അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ആളുകളുടെ മരണം തന്റെ കണ്ണുകൊണ്ട് കണ്ട ആളാണ് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ തൊട്ടടുത്ത് കിടന്ന് ഉമ്മയോ വാപ്പയോ കൂടപ്പറപ്പുകളോ കൂട്ടുകാരോ സഹോദരങ്ങളോ സഹോദരിമാരോ ആരെങ്കിലും വിട പറയുന്നത്, റൂഹ് പിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഇത്ര പേരുണ്ടെന്ന് നോക്കട്ടെ. തൊട്ടടുത്ത് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഒരാൾ മരിച്ചത്. വളരെ കുറച്ച് ആളുകൾ. സ്റ്റേജിലുണ്ടാരെങ്കിലും ഉണ്ടാവും. മരണപ്പെട്ട ആരും കണ്ടിട്ടില്ല? ഇനി കാണാനുള്ള തൗഫീഖ് അല്ലാഹു തരട്ടെ. 100 വാദിന്റെ എഫക്റ്റ് ഉണ്ടാവും ഒരാളുടെ മരണം നേരിട്ട് കണ്ടാൽ. കാരണം ആ രംഗം, ആ കണ്ണ് പുറത്തേക്ക് വരിക, ആ വിരലുകൾ ഇങ്ങനെ അമർത്തി പിടിക്കുക, കാലും കയ്യൊക്കെ ഇങ്ങനെ കാണിക്കുന്ന രംഗം, ആ സംസാര ശൈലി, ആ സമയത്തെ മുഖഭാവമൊക്കെ കാണുമ്പോൾ കുറേ ഉസ്താദുമാരെ വാദ് കേട്ടതിനേക്കാൾ പെട്ടെന്ന് തന്നെ കഫാബിൽ മൂത്തി വഇലാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മരണം അല്ലെങ്കിൽ മരണത്തിന്റെ ചിന്ത ഒരു പ്രഭാഷകനായി മനുഷ്യന്റെ മനസ്സിനത് മതി എന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ദ റഅസിൻ മിനൽ അൻസാരി, അൻസാരിയായ ഒരു മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് പുന്നാര ഹബീബ് ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ ഒരു വലിയ ഭാഗ്യമാണ് കിട്ടിയത്. ആരാണ് അടുത്തിരിക്കുന്നത്? അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ, റൂഹ് പിടിക്കാനുള്ള മലക്കുകൾ ഇറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരന്റെ ചാരത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ ചാരത്ത് അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ആബുദുൽ അർവാഹ് മലക്ക് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. നാം മനസ്സിലാക്കേണ്ടത്, പവ്വലിലോ മവ്വലിലോ കാസർഗോഡ് പരിസരങ്ങളിലോ ആരെങ്കിലും മരണപ്പെടുമ്പോ നമ്മുടെ ചാരത്ത്, നമ്മുടെ അരികത്ത് കിടന്നോ ഇരുന്നോ മരണപ്പെടുമ്പോൾ റൂഹ് പിടിക്കാൻ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യനെ കാണാൻ കഴിയും. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അസ്റായിലിനെ ഞാൻ കണ്ടിരിക്കും. അസ്റായിലിനെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണും. കാണാതെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ കഴിയില്ല. ആര് മരണപ്പെട്ടാലും, എങ്ങനെ മരണപ്പെട്ടാലും, ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ മരണപ്പെട്ടാലും ആ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു തന്നിരിക്കുന്ന ഉമ്മയുടെ ഉദരത്തിനകത്ത് വെച്ച് 4ാമത്തെ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ച ആത്മാവെന്ന റൂഹ് എന്ന അത്ഭുതത്തെ ഊരിയെടുക്കാൻ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ അവന്റെ കണ്ണുകൊണ്ട് കണ്ടേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് കാണും. പക്ഷേ പരിസരത്തിരിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല. എന്നാൽ മഹാരഥന്മാര് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അംബിയാ മുർസലീങ്ങൾ കണ്ടിട്ടുണ്ട്, ഔലിയാക്കളും ആരിഫീങ്ങളും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. ഈ പ്രിയപ്പെട്ട അൻസാരിയായ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായിൽ വരുന്നത് കണ്ടു. പക്ഷേ അസ്റായിൽ വരുന്ന രൂപം കണ്ടപ്പോൾ, അസ്റായിൽ വരുന്ന ഭാവം കണ്ടപ്പോൾ, അസ്റായിലിന്റെ വേഷഭൂഷാദികൾ കണ്ടപ്പോൾ, അസ്റായിലിന്റെ കണ്ണുകൾ കണ്ടപ്പോൾ, അസ്റായിലിന്റെ മുഖഭാവം കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, യാ അസ്റായീൽ, നിനക്കൊരു നല്ല രൂപത്തിൽ വന്നുകൂടായിരുന്നോ? അസ്റായിലേ, ഒരു നല്ല വസ്ത്രം ധരിച്ച് വന്നുകൂടായിരുന്നോ? നല്ല പുഞ്ചിരിയോടുകൂടി ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ നിനക്ക് വന്നുകൂടായിരുന്നോ? എന്തിനാണ് ഈ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന തീപാറുന്ന കണ്ണുകളുമായി, ആര് കണ്ടാലും ഭയന്നു പോകുന്ന, പേടിച്ചു പോകുന്ന, ഞെട്ടിത്തെരിച്ചു പോകുന്ന രൂപത്തിൽ എന്തിനാണ് ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഇറങ്ങി വന്നിരുന്ന് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോൾ അസ്റായിൽ പറയുന്നു, നബിയേ, ഈ മനുഷ്യൻ ആരെന്നറിയുമോ നബിയേ? എത്ര നമസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നറിയുമോ നബിയേ? എല്ലാവരും അള്ളാഹുവിലേക്ക് ഓടി എത്തുമ്പോ എത്ര പ്രാവശ്യം ഈ മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് ഓടി അകന്നു പോയെന്നറിയുമോ? അതുകൊണ്ട് നബിയേ, ഈ രൂപത്തിലല്ലാതെ ഈ മനുഷ്യന്റെ അടുത്ത് റൂഹ് പിടിക്കാൻ വരാൻ എനിക്ക് അള്ളാഹു അനുവാദം തന്നിട്ടില്ല. ദുർമാർഗികളെ, ധിക്കാരികളെ, ദുനിയാവ് കാണുമ്പോ ഇതാണ് ശാശ്വതമെന്ന് കരുതിപ്പോയ കാസർകോട്ടെ പെങ്ങളെ, കുറച്ച് പണം കിട്ടുമ്പോ, സുഖം കിട്ടുമ്പോ, ആഡംബരമുള്ള ജീവിതം കിട്ടുമ്പോ, ഇവിടെയാണ് ജീവിതം, ഇതാണ് സുഖം, ഇതാണ് രസം, ഇതാണ് ശാശ്വതമെന്ന് അറിയാതെ കൊതിച്ചുപോയ മോനെ,
ഒരു പള്ളിയുടെ അധികാരം കിട്ടുമ്പോ, ഒരു പാർട്ടിയുടെ അധികാരം കിട്ടുമ്പോ, കുറച്ച് പണം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിലൂടെ കയ്യിൽ വരുമ്പോ ആ പണത്തിന്റെ പവർ കൊണ്ട് എല്ലാം മറന്ന് ഉമ്മയെ തല്ലുന്ന, വാപ്പയെ തള്ളുന്ന, പള്ളിയെയും മദ്രസയെയും ചുറ്റുപാടിനെയും മാറ്റിവെച്ചിട്ട് സ്വന്തം അഹങ്കാരത്തിന്റെ ചിറക് വിടത്തിയിട്ട് ധിക്കാരിയായി പറന്നു പോകുന്ന താന്തോന്നികളുണ്ടല്ലോ. അസ്രായീൽ പറയുന്നു, നബിയേ, പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അവർ റൂഹ് പിടിക്കാൻ എനിക്ക് അനുവാദമില്ല നബിയേ. അല്ലാഹുവിന്റെ അനുവാദ പ്രകാരമല്ലാതെ എനിക്ക് കടന്നു വരാൻ കഴിയില്ല നബിയേ. പുഞ്ചിരിച്ചു വരേണ്ടവരുണ്ട്, ഞാൻ അവിടെ അങ്ങനെ വന്നോളാം. നല്ല വസ്ത്രം ധരിച്ചു വരേണ്ടവരുണ്ട്, ഞാൻ അവിടെ അങ്ങനെ വന്നോളാം. ഈ മനുഷ്യന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെയല്ലാതെ വരാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോ ആരംഭ റസൂൽ സഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിന്റെ മുമ്പിൽ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട്. അത് അസ്രായീൽ തന്നെയാണെന്ന് ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. അസ്രായീൽ എന്ന് പറയുന്നത് ഒരു മലക്കാണെന്ന് കരുതി പോകണ്ട. കാസർഗോഡ് ഒരാൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോ കണ്ണൂർ പിന്നെ മരിക്കുന്നത് എങ്ങനെയാ? കണ്ണൂർ മരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ മംഗലാപുരത്ത് മരിക്കുന്നത് എങ്ങനെയാ? 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു മെയ് മാസത്തിലല്ലേ കർണാടകയിലെ മംഗലാപുരം എയർപോർട്ടിന്റെ അകത്ത് പ്രിയപ്പെട്ട ഫ്ലൈറ്റ് കത്തിക്കരിഞ്ഞു പോയപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങള് വാപ്പയെ കാത്തു നിന്ന മക്കളുടെ മുന്നിലേക്ക് കരിക്കട്ട പോലെ വാപ്പയുടെ ശരീരത്തെ കവറിന്റെ അകത്തിട്ടുകൊണ്ട് കൊണ്ടുവച്ചു പോയ 10 വർഷത്തിന് മുമ്പുള്ള രംഗം നിങ്ങളും മറന്നുപോയോ? കാസർഗോഡുകാരാ, പിന്നെ നിങ്ങൾ എന്തേ പെട്ടെന്ന് മറന്നുപോയത്? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ റൂഹ് പിടിക്കുമ്പോ മറ്റൊരാളെ പിടിക്കുന്നത് എങ്ങനെയാ എന്ന് ചോദിക്കണ്ട. മുൻകർ നക്കീർ 2 പേര് മാത്രമാണോ? റഖീബ് അതീദ് 2 പേര് മാത്രമാണോ? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ ദിവസവും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് കുല്ലയൗമിൻ 5 മറ, എല്ലാ ദിവസവും നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ വന്ന് 5 പ്രാവശ്യം നിങ്ങൾ എന്നാണോ മരണപ്പെട്ടു പോകുന്നത് ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇന്ന് 5 പ്രാവശ്യം നൗഷാദ് വാക്കവിയുടെ വീടിന്റെ മുറ്റത്ത് ഉമ്മറത്ത് വന്നിട്ട് അസ്രായീൽ പറയുന്നുണ്ട്, ഈ വീട്ടിൽ മരണപ്പെടുന്നവരുടെ ഡേറ്റ് അസ്രായീൽ പറയുന്നുണ്ട്. നൗഷാദ് വാക്കവി എന്നാ മരിക്കുന്നത്, എന്റെ ഭാര്യ എന്നാ മരിക്കുന്നത്, എന്റെ മക്കൾ എന്നാ മരിക്കുന്നത്, എന്റെ ഉമ്മ എന്നാ മരിക്കുന്നത്. ഓരോരുത്തരുടെയും മരണത്തിന്റെ ദിവസത്തെ, റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസത്തെ എന്റെ പ്രിയപ്പെട്ടവരെ അസ്രായീൽ അലൈഹിസ്സലാം ഓരോരുത്തരുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തരുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നമസ്കാരം ഇന്ന് നഷ്ടപ്പെടുത്തിയ പൗവലിലെ പെങ്ങളെ, പരിസരത്തുള്ള കാസർഗോട്ടെ 100 കണക്കിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം, ഉറക്കത്തെക്കാൾ ഉത്തമമാണ് നിസ്കാരമെന്ന് മുഅദ്ദിമാര് വിളിച്ചു പറയുമ്പോ പുതപ്പിനടിയിലേക്ക് ചുരുണ്ടുകൂടിയ കാസർഗോട്ടെ ചുള്ളന്മാരെന്ന് അവകാശപ്പെടുന്ന ചെറുപ്പക്കാരോ, സുഖനിദ്രയുടെ ആഴങ്ങളിലേക്കെല്ലാം മറന്നിറങ്ങിപ്പോയ പെങ്ങളെ, ഒന്നാമത്തെ സമയം അതാണ്, സുബഹിന്റെ സമയമാണ്. പരിഗണിച്ചില്ലല്ലോ. അടുത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ പുതപ്പിന്റെ അടിയിലേക്ക് വാരിപ്പുണരുമ്പോ കാസർഗോഡ് എത്ര പള്ളികളിലാണ് ജമാഅത്ത് നിസ്കാരം നടക്കുന്നത്, എത്ര വീട്ടിലാണ് ഉമ്മമാര് ഖുർആൻ ഓതുന്നത്, എത്ര മുതഅല്ലിമീങ്ങളാണ് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുന്നത്, എത്ര ആശിഖീങ്ങളാണ് സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നത്. ഒന്നും വേണ്ട, ദുനിയാവിന്റെ സുഖരസങ്ങൾ മാത്രം മതിയെന്ന് കൊതിച്ചു പോയവരെ, ഒരു വരവ് നിങ്ങൾക്കുമുണ്ടല്ലോ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്കും എന്റെ മുന്നിലേക്കും അസ്രായീൽ വരും. അത് അടിമയും ഉടമയും തമ്മിലുള്ള കാര്യമാണ്. ലേബർ റൂമിനകത്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുന്നു. ഭാര്യ അസ്രായീലിനോട് പറയാണ്, റൂഹ് പിടിക്കാൻ അസ്രായീൽ വന്നത്, ഇങ്ങനെ ഭാര്യയുടെ റൂഹ് പിടിക്കാൻ വരുന്നത് അസ്രായീൽ ഇങ്ങനെ കാണുകയാണ്. ആ സമയത്ത് അസ്രായീലിനോട് പറയുന്നു,
17 വർഷം കാത്തിരുന്നിട്ട് കിട്ടുന്ന കുഞ്ഞാണ്. അതുകൊണ്ടൊന്ന് പ്രസവിച്ച് ആ കുഞ്ഞിനെ ഒന്ന് കണ്ട് ഒരു മുത്തം കൊടുത്തിട്ട് എന്റെ റൂഹ് പിടിക്കൂ എന്ന് അസ്രായേലിനോട് പറഞ്ഞാലും അസ്രായേൽ കേൾക്കൂല. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയുടെ താനൂര് ബോട്ടപകടം നടക്കുമ്പോ വെള്ളത്തിനടിയിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്ന കുഞ്ഞിന്റെ റൂഹ് പിടിക്കാൻ നേരത്ത് ആ കുഞ്ഞിന് പറയാമായിരുന്നു, അസ്രായേലേ, എന്റെ വാപ്പച്ചി മുകളിൽ നിന്ന് എന്നെ പോലെ ഒരുപാട് മക്കളെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കരകയറ്റി രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് വാപ്പച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. കുറച്ചു കാലം കൂടി വാപ്പാക്ക് ആകെയുള്ള ഒരു മുത്താണ് ഞാൻ. കുറച്ചു കാലം കൂടി ഞാൻ എന്റെ വാപ്പാന്റെ സ്നേഹത്തണലിൽ ജീവിച്ചോട്ടെ എന്ന് ആ മകൾക്ക് പറയാമായിരുന്നു. പക്ഷെ അവിടെ മാർഗമില്ല, അവിടെ മാർഗമില്ല. വലൻ യുഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് പോലും കൂടുതൽ ജീവിക്കാൻ അല്ലാഹു നിശ്ചയിച്ച സമയത്തിൽ നിന്ന് നിനക്ക് അല്ലാഹു അനുമതി തരൂല എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് ഓരോ ദിവസവും നിന്റെ വീട്ടുപടിക്കലേക്ക് അസ്രായേൽ വന്ന് വിളിക്കുമ്പോൾ അവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ആ വിളി നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഓരോ ബാങ്കും അസ്രായേലിന്റെ വിളിയാണെന്ന് മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിക്കണേ. ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് കാസർഗോഡ് ജില്ലയിലെ പള്ളി മിനാരത്തിലൂടെ മുഴങ്ങി കേൾക്കുമ്പോ ടൗണിൽ കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്, കർണാടക ഇലക്ഷന്റെ അതിസാഹസികമായ വിജയത്തെക്കുറിച്ച് ചായക്കടകളിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്, വാഹനത്തിന്റെ അകത്ത് കയറിയിരിക്കുന്ന സഹോദരങ്ങളോട്, കൂട്ടുകാരോട്, ഗസ്റ്റുകളോട് സ്വറ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരോട്, വീട്ടിന്റെ അകത്ത് ഭർത്താവുമൊത്ത് ചായയും കടിയുമായി തമാശ പറഞ്ഞ് വീടിന്റെ ടെറസിന്റെ മുകളിൽ ചാരു കസേരയിലിരുന്ന് ഉല്ലസിക്കുന്നവരോട് ഈ ബാങ്കിങ്ങനെ മുഴങ്ങി കേൾക്കുമ്പോ അത് മരണത്തെ ഓർമ്മപ്പെടുത്തലാണെന്ന് ശരീരത്തിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേക്കാൻ കഴിയട്ടെ. വേഗം പോയി വുളൂഎടുത്തിട്ട് വന്ന് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അത് അസ്രായേലിന് കൊടുക്കുന്ന മറുപടി ആയിക്കോട്ടെ. നിങ്ങളുടെ വീട്ടുപടിക്കൽ ഒരു ദിവസം 5 നേരം വന്നു നിൽക്കുന്ന ഖാബിദുൽ അർവാഹ് നിങ്ങളുടെ ജീവിത വൃത്തിയും വിശുദ്ധിയും സന്തോഷവും കണ്ടിട്ട് റൂഹ് പിടിക്കാൻ വേണ്ടി പുതുമാരനെ പോലെ, പുതുമടവാളനെ പോലെ ഒരുങ്ങി വരട്ടെ. ആ രീതിയിൽ മരണപ്പെട്ടില്ലെങ്കിൽ വല്ലാത്ത വൈകൃതമായിരിക്കും നിങ്ങളുടെ ശരീരത്തിന്റെ മുഖഭാവത്തിന് ആ സമയത്ത് വരുന്നത്. അല്ലാഹുവേ നീ കാക്കണേ പടച്ചോനെ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു യഹ്യ ഉലൂമുദ്ദീനിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദിക്കാണത് എന്റെ അണികളോട്, ഒരു മുള്ളാണി ശരീരത്തിന്റെ ഒരു ഭാഗത്ത് അടിച്ച് തറപ്പിച്ചാൽ അതിന് എന്തുമാത്രം വേദന ഉണ്ടാകുമെന്ന് ചോദിക്കാൻ. അവിടെ മാത്രമായിരിക്കൂല വേദന, ബ്ലഡ് പോകുന്നത് അവിടെ നിന്നാണെങ്കിലും ആ ഭാഗത്തെ വേദന അപാരമാണ്. ആ ഭാഗത്തെ വേദന അപാരമാണ്. അങ്ങനെ ശരീരത്തിന്റെ ഒരു വിരലിൽ ഒരു 10 മുള്ളാണി അടിക്കുന്ന രംഗത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിരലിൽ ഒരു 10 എണ്ണം, ഒന്നിവിടെ 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 ഒന്നിവിടെ, അങ്ങനെ ഒരു 10 എണ്ണം അടിച്ച് പച്ചക്കടിച്ച് കയറ്റുന്ന രംഗത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് ബോധ്യമുള്ളൂ. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അണികളോട് പറയാണ്, ഒരു ശരീരത്തെ പച്ചയ്ക്ക് കിടത്തിയിട്ട് അവന്റെ തലച്ചോറ് മുതൽ, തലയുടെ അഗ്രഭാഗം മുതൽ വിരലിന്റെ അഗ്രം വരെ നിറച്ച് രോമകൂപങ്ങളിൽ ആണി അടിച്ച് തറപ്പിക്കുന്ന ഭയാനകരമായ വേദനയുടെ രംഗമാണ് ഒരു മരണത്തിനുള്ളത് എന്ന് അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയാണ്. പ്രസവത്തിന് ഇവർ 2 പിള്ളേരാ. யாரெങ്കിലും இவரை தொட்டா இதாയിരിക്കും அவരുടെ ഭാവി. എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. മരണവേദനയാണ്
എന്ന് ചിലർ പറയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട പൗലിലെ സഹോദരിമാര് കരുതിയിട്ടുണ്ടാവും, ഞാൻ 9 പ്രസവിച്ചതല്ലേ, അപ്പൊ ഇനി മരണം എനിക്ക് ഈ വേദനയൊക്കെ പോലെ തന്നെയാണെന്നല്ല. ജീവിതകാലത്ത് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയിൽ ഏറ്റവും കൂടുതൽ പ്രസവത്തിനായതുകൊണ്ടാണ് അത് മരണവേദന എന്ന് പറഞ്ഞു ചൊല്ലി വന്നത്. അല്ലാതെ അത് മരണവുമായി ഒരു ബന്ധവുമില്ല. മരണത്തിന്റെ വേദന എങ്ങനെയല്ല, മരണത്തിന്റെ വേദന എങ്ങനെയല്ല. ഒരു മനുഷ്യനെ, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആണിയടിക്കുമ്പോൾ കയറി പിടിക്കാൻ പറ്റൂല. ഒരു മനുഷ്യനെ കൈകാലുകൾ കെട്ടിയിട്ടിട്ട് ആണിയടിക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. തടയാനും പറ്റൂല, തടവാനും പറ്റൂല. അതാണ് അസ്രായിൽ റൂഹ് പിടിക്കുമ്പോ ഇവിടെ വേദനിക്കുകയാണെങ്കിൽ ഈ കൈ കൊണ്ട് തടവാലോ, അങ്ങനെ തടവാൻ പറ്റൂല. ഇവിടെ വേദനിക്കുകയാണെങ്കിൽ ഈ കൈ കൊണ്ട് തടവാലോ. നമുക്കൊരു മനുഷ്യൻ നമ്മളെ അടിച്ചാൽ, ഒരു കൈ കൊണ്ട് ഒരാൾ ഇവിടെ നമുക്ക് ആണി അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് വേദനിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് തടകാൻ പറ്റും, മരുന്ന് ഒക്കെ പറ്റും. പക്ഷേ റൂഹ് പിടിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തെ വേദന മറ്റൊരു ഭാഗം കൊണ്ട് നമുക്ക് തടവാനും ശരിയാക്കാനും കഴിയില്ല. എന്താ കാരണം? എല്ലാ ഭാഗത്തും ആ വേദന പടർന്നു പന്തലിക്കുകയാണ്. ആരെങ്കിലും കൈകാലുകൾ കെട്ടിയിട്ട് ആണിയടിക്കുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവേ, പടച്ചവനെ, നമുക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ഓരോ ഭാഗത്തു നിന്നും അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ആണി ഒരു സ്ഥലത്തടിച്ചാൽ ആ ശരീരത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുകയാണ്, ആ ഭാഗത്തെ ആത്മാവ്. അതുപോലെ ശരീരം മുഴുവനുമുള്ള ആത്മാവിന്റെ അംശങ്ങൾ മുഴുവനും ശരീരത്തിലും നഷ്ടപ്പെടുകയാണ്. ഖുർആൻ പറഞ്ഞു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഒരുപാട് സത്യങ്ങൾ ഉറക്കെ വിളിച്ചു പറഞ്ഞ ഖുർആൻ, ആ ഖുർആൻ പറഞ്ഞ സത്യങ്ങളെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച പൗരിലെ സഹോദരങ്ങളെ, ആ ഖുർആൻ പറയുകയാണ്, മരണത്തിനൊരു വലിയ വെപ്രാളമുണ്ട്, ഒരു വേദനയുണ്ട്. എവിടെയാണ് മരണവേദന ആദ്യം വരുന്നതെന്നറിയുമോ? റളിയല്ലാഹു പറയുന്ന, ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ ആ മനുഷ്യന്റെ മരണവേദന ആദ്യം വരുന്നത് എവിടെയെന്നറിയുമോ? റളിയല്ലാഹു പറയുകയാ, ഒരു മനുഷ്യന്റെ മരണവേദന ആദ്യം വരുന്നത് എവിടെ നിന്നാണെന്നറിയോ? തുടങ്ങുന്നത് മരണവേദന അനുഭവിക്കാൻ അറിയോ? മരിക്കും, ചിരിച്ചുകൊണ്ടിങ്ങനെ നടന്നാ പോരാ, കുഴവരൊക്കെ തടവി എന്തായാലും പോക്കാം, നമ്മുടെ കാര്യം എന്തായാലും പോവും. റെഡിയായിട്ടിരുന്നോ, റെഡിയായിട്ട് ഒരുങ്ങിയിരിക്കണം. ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറ. ദുനിയാവിലെ ഓരോ സന്തോഷം കാണുമ്പോൾ മഹാന്മാര് പറഞ്ഞത്, മരണമില്ലെങ്കിൽ സന്തോഷിക്കാമായിരുന്നു, മരണമില്ലെങ്കിൽ സന്തോഷിക്കാമായിരുന്നു. മുട്ടായി കൊടുപ്പിന് തന്നെ 1.5 കോടി ചെലവഴിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് മരണത്തെക്കുറിച്ച് പറയാനാ? മുട്ടായി ചുമന്നുകൊണ്ട് വരുന്ന കോലം എങ്ങനെയാണ്, അതിന്റെ രൂപം എങ്ങനെയാണ്, അങ്ങനെയാണ്. എന്തു പറയാനാണ്? ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറ. മരണം എന്ന ഒരു അത്ഭുതം ഇല്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നു. പക്ഷെ അതിങ്ങനെ കൊളുത്തിട്ട് പിടിക്കാൻ കാത്തിരിക്കുമ്പോ എങ്ങനെ സന്തോഷിക്കാനാണ് ചോദിക്കാണ് മഹാന്മാർ. അതിങ്ങനെ തൊട്ടടുത്ത് കൊളുത്തിട്ട് പിടിക്കുമ്പോ എങ്ങനെ സന്തോഷിക്കാൻ? മെനിങ്ങാന്ന് ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾക്കറിയോ? പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വല്ലപ്പുഴയിലെ ദാറുൻ നജാത്ത് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനത്തിലാണ് ഞാൻ ഇന്നലേക്ക് മുമ്പ് പ്രസംഗിച്ചത്. ഇന്നലെ ബൊമ്പ്രാണിയിലായിരുന്നു. മെനിങ്ങാന്ന് ഞാൻ പ്രസംഗിച്ചത് എവിടെയാ? ദാറുൻ നജാത്തിന്റെ മനോഹരമായ സദസ്സിൽ പ്രസംഗിക്കുമ്പോ ഫ്രണ്ടില് ദാറുൽ ഹുദായുടെ മക്കളെങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട മക്കളുടെ ഭക്ഷണത്തിന് വേണ്ടി, അവരുടെ താമസത്തിന് വേണ്ടി, എല്ലാ സാമ്പത്തിക സ്വരൂപണത്തിനും വേണ്ടി അവിടെ പ്രസംഗം എങ്ങനെ നടത്തിയിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒടുവിൽ ഞാൻ അവിടെ നിറങ്ങുമ്പോ അവിടെ നിന്ന് സനദ് വാങ്ങിയ പ്രിയപ്പെട്ട മക്കളിൽ പലരെയും മുസാഫഹത്ത് ചെയ്ത് അവിടെ നിന്ന് ഞാൻ യാത്ര ചെയ്ത് കാസർഗോട്ടേക്ക് യാത്ര തിരിച്ചു വരുമ്പോ എന്റെ ഫോണിൽ മെസ്സേജ് വരികയാണ്. സുബഹി നിസ്കാരം കഴിയുമ്പോ മെസ്സേജ് വരികയാണ്, വാക്കവി, ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ച സ്ഥലത്ത് വന്ന് മഹാനായ ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് സനദ് വാങ്ങിയ
അമീൻ ഹുദവി എന്ന് പറയുന്ന ഉസ്താദ് വാഹനാപകടത്തിൽ ഇന്ന് 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് മരണപ്പെട്ടിരിക്കുകയാണ്. രാത്രി 12 മണിക്ക് നൗഷാദ് വാക്കവി വല്ലപ്പുഴയിൽ പ്രസംഗിക്കുമ്പോഴും ആ സദസ്സിന്റെ മുമ്പിലിരുന്ന അമീൻ ഹുദവി എന്ന ചെറുപ്പക്കാരൻ, ഒരു വാപ്പയായ പണ്ഡിതന്റെ യൂസുഫ് ഉസ്താദ് എന്ന പ്രിയപ്പെട്ട പണ്ഡിതന്റെ 4 മക്കളിൽ ഒരേ ഒരു ആൺകുട്ടിയാണ് അമീൻ ഹുദവി. ബാക്കി പെൺമക്കളാണ്. ഉള്ള ഒരു മോനെ ആലിമാക്കുമ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ പ്രിയപ്പെട്ട പിതാവിന്റെ മാനസികാവസ്ഥ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾ എന്നോട് പറയാണ്, ബാഖവി അമീൻ ഹുദവി ഉസ്താദിന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇമാമത്ത് നിൽക്കാൻ അമീൻ ഹുദവിയുടെ വാപ്പ വന്നപ്പോ ഞാൻ നിങ്ങളെ കുറിച്ച് ഓർത്തുപോയി. നിങ്ങളുടെ പ്രിയപ്പെട്ട മുസ്താഖ് അഹമ്മദിനെ ചിറയങ്ങീഴ് കാട്ടുപുറാക്കൽ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിക്കകത്ത് വെച്ചിട്ട് നിങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന രംഗം എന്റെ മനസ്സിലേക്ക് ഓടി വന്നുപോയി. ആ രംഗം ഞാൻ വല്ലാതെ ഓർത്തുപോയി. എനിക്ക് മെസ്സേജ് അയക്കുമ്പോ അമീൻ ഹുദവി ഉസ്താദിന് അന്ന് കല്യാണത്തിന്റെ ആലോചന നടക്കുന്ന സമയമാ. അമീൻ ഹുദവി ഉസ്താദ് ദാറുൽ ഹുദയിൽ നിന്ന് സനദ് വാങ്ങിയ പൊന്നുമോന. അമീൻ ഹുദവി വാപ്പച്ചിയുടെ ഏകമോന. അന്ന് വൈകുന്നേരം രാത്രിയിൽ ഞാൻ ബൊമ്പ്രാണയിൽ വന്നിട്ട് പ്രിയപ്പെട്ട അമീൻ ഹുദവിയുടെ വാപ്പാക്കൊന്ന് ഫോൺ വിളിക്കണമല്ലോ, ഒരു ചെറിയ സമാധാനത്തിന്റെ വാക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. ആലിമാണവർക്ക് കാര്യങ്ങളൊക്കെ അറിയാ, എന്നാലും ഒരു ചെറിയ വർത്തമാനം ഉസ്താദേ സമാധാനിക്കണം, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് എന്നൊരു കുഞ്ഞു വാക്കെങ്കിലും പറയണമല്ലോ എന്ന് കരുതിയിട്ട് ആ പ്രിയപ്പെട്ട ഉസ്താദിനെ ഫോണിലൂടെ വിളിക്കുമ്പോ സംസാരിക്കാൻ നല്ലതുപോലെ കഴിയുന്നില്ല. എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത്? എത്ര സഹിച്ചാലും എത്ര ക്ഷമിച്ചാലും ദാറുൽ ഹുദയിൽ പഠിക്കുന്ന മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവോ? അവർക്ക് സമയത്തിൽ ലീവ് കിട്ടൂല. സ്ഥാപനം അനുവദിക്കുന്ന ലീവ് 1-2 ദിവസം കിട്ടുമ്പോ ആ ദിവസമാണ് പ്രിയപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കൊഞ്ചിക്കാൻ കിട്ടുന്നത്. പറക്കമുറ്റുന്നതിന് മുമ്പ് തന്നെ സ്ഥാപനത്തിൽ കൊണ്ടാക്കി പൊന്നുമോന് ആലിമാകട്ടെ, എന്റെ പൊന്നുമോന് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമാകട്ടെ എന്ന് കരുതിയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ നല്ലതുപോലെ കണ്ണു നിറച്ച് കാണാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ മോനെ പഠിപ്പിച്ച് അല്ലാഹുവേ നല്ലൊരു ആലിമാക്കി ഭാഷാ പണ്ഡിതനാക്കി കൊണ്ടുവന്ന് ഇനി വേണം എനിക്ക് വാപ്പാന്റെ കൂടെ കുറെ നാള് ജീവിക്കാൻ, ഇനി വേണം എന്റെ പൊന്നുമോന്റെ കൂടെ എനിക്ക് ജീവിക്കാനെന്ന് വാപ്പ ആഗ്രഹിക്കുന്ന സമയത്ത് അതാ വരുന്നുണ്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ. അങ്ങനെയാണ് അള്ളാന്റെ റസൂല് ആ വരവിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഹാദിമുൽ ലദ്ദാത്ത്. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുമെന്നത്, എല്ലാ സന്തോഷങ്ങളെയും മുറിച്ച് എല്ലാ രസങ്ങളെയും മുറിച്ചിട്ട് അസ്റായീൽ അമീൻ ഹുദവിയെ കൊണ്ടുപോകുമ്പോ എന്റെ കാസർഗോഡ് പൗരിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാ, ഈ മരണവേദനയെ കുറിച്ച് പറയുമ്പോ അസ്റായീലിനെ കുറിച്ച് പറയുമ്പോ ഇനി എത്ര കൊല്ലമുണ്ട് ഉസ്താദേ, ഇനി എത്ര കൊല്ലമുണ്ട് ഉസ്താദേ, ഞാനിപ്പോഴൊന്നും മരിക്കൂല എന്ന് തീരുമാനിക്കുന്നവര് നല്ല ചുള്ളന്മാരായ കാസർഗോട്ട് എത്ര മക്കളുടെ മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുവന്ന് കാസർഗോട്ട് പള്ളികളുടെ ഖബർസ്ഥാനില് അടക്കിയിട്ടില്ലേ? നിങ്ങൾ അടക്കിയിട്ടില്ലേ? ഇന്നലെയും രാവിലെ ഞാൻ കണ്ടു നല്ലൊരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ ഫോട്ടോ. കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതാ, മരണപ്പെട്ടുപോയി. അല്ലാഹുവേ ഓർക്കണമെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു സെക്കൻഡിലും മറക്കല്ലേ, ഒരു സമയത്തും മറക്കല്ലേ. നിന്റെ മനസ്സിലേക്ക് ആ ചിന്ത തീനാളം പോലെ കടന്നു വരട്ടെ. കള്ളുകുപ്പി കാണുമ്പോ, വ്യഭിചാരത്തിന്റെ വാതിൽ തുറക്കുമ്പോ, മാതാവിന്റെ മുഖത്തേക്ക് കാല് ചുവിട്ടി ചവിട്ടാൻ ഒരുങ്ങുമ്പോ, പലിശക്കാരന്റെ ആട്ടത്തിനൊപ്പ് നൃത്തം ചെയ്യുമ്പോ, അള്ളാന്റെ പള്ളി മിനാരത്തിൽ നിന്ന് മുഴങ്ങുന്ന ബാങ്കിനെതിരെ ഭൗതിക ലോകത്തിന്റെ ആട്ടക്കലാശത്തിന് വേണ്ടി ഓട്ടമത്സരം നടത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ മനസ്സിലേക്ക് തിളങ്ങി വരട്ടെ. ഇതുപോലെ 100 കണക്കിന് 1000 നിങ്ങളുടെ കൂട്ടുകാരുടെ മരണം വരട്ടെ. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുമ്പോ ആദ്യം വേദനിക്കുന്നത് എവിടെയാ? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, തന്റെ അനുയായികളോട് ചോദിക്കാണ്, ആദ്യം വേദനിക്കുന്നത് എവിടെയാണ്? എല്ലാവരും പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചാൽ പറയും, തല പറയും, കൈ പറയും, കണ്ണു പറയും, കാല് പറയും.
പക്ഷെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് ആദ്യം വേദനിക്കുന്നത് കൈവിരലുകളാണ്. ആദ്യം വേദനിക്കുന്നത് വിരലുകളിൽ നിന്നാണ്. പതിയെ 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 ആ വിരലിൽ നിന്ന് വേദന ഇങ്ങനെ പിന്നെ ഷോൾഡറിലേക്ക് വരികയാണ്. അങ്ങനെയാണ് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട് ഗസാലി ഇമാം റളിയല്ലാഹു. ആ മരണവേദനയുടെ വരവ് ആദ്യം അങ്ങനെ കയ്യിലാണ്. പെട്ടെന്ന് നിങ്ങൾ പിടിച്ചു നോക്കൂലേ, ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് കുറച്ച് ബോധമുള്ള ശരീരത്തെക്കുറിച്ച് അറിവുള്ള ആളുകൾ നാഡീനരമ്പ് ഇങ്ങനെ പിടിച്ചു നോക്കൂലേ, പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ പിടിച്ചു നോക്കൂലേ, അതാണ് അവിടെയാണ് പിടിക്കേണ്ടത്. ഇവിടെ നിന്ന് തന്നെയാണ് സംഭവം വരുന്നത്. അവിടെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും ഏകദേശം. പെട്ടെന്ന് ആ ശരീരത്തിൽ നിന്ന് ആ റൂഹ്, ആത്മാവിങ്ങനെ പതിയെ 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 വിട്ടുപോകും. അല്ലാഹുവേ പടച്ചവനെ, എന്നിട്ട് ഷോൾഡറിലേക്ക് വരികയാണ്. പിന്നെ വേദന കുറച്ചു കൂടുകയാണ്. അല്ലാ, പിന്നെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ ഭാഗവും ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് അവിടെ ശക്തിയായ പിടുത്തം നടക്കുകയാണ്. ഓരോ ഭാഗത്തേക്ക് റൂഹ് പിടിച്ചുകൊണ്ട് അസ്രായിൽ വരുമ്പോൾ ആ ഭാഗം കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ, തെമ്മാടിത്തരങ്ങള്, അതെല്ലാം അത്രമേൽ ശക്തമായിട്ട് നിന്റെ ശരീരത്തിലേക്ക് പടർന്നു വരുന്നതാ. അല്ലാഹുവേ പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലൂടെ പടർന്ന് ഒരു മനുഷ്യന് പിന്നെ ഒന്നും ചെയ്യാനാകാത്ത വിധത്തിൽ ആ മനുഷ്യൻ അങ്ങനെ കിടക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന വേദന എത്രയെന്നറിയോ? 40 ടൺ യൂണിറ്റ് വേദനയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നത്. എത്രയാണ്? 40 ടൺ യൂണിറ്റ് വേദനയാണ് ഒരു മനുഷ്യന് പരമാവധി താങ്ങാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് അസ്രായിൽ റൂഹ് പിടിക്കുമ്പോ വേദന വരുന്നത്, ബഹുമാനായ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, അശദ്ദു മിൻ അൽഫി ളർബത്തിൻ ബിസൈഫി. 1000 വാളുകൊണ്ടൊരു മനുഷ്യനെ വെട്ടുന്നത് പോലെ, 1000 വാളുകൊണ്ടൊരു മനുഷ്യനെ വെട്ടുന്നത് പോലെ ഓരോ ശരീരത്തിനും റൂഹ് വലിച്ചൂരിയെടുക്കുമ്പോ ആ വേദന അവൻ അനുഭവിക്കുമെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുമ്പോ, അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗം പറ്റുപുരുഷന്മാര് കാണാൻ വേണ്ടിയിട്ട് കണ്ണിന് മാത്രം കോമാളിത്തരം വരുത്താൻ വേണ്ടി യൂട്യൂബിലൂടെ മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്ന പെണ്ണേ, നീ മരണപ്പെട്ടു പോയാലും അതവിടെ ഉണ്ടെന്ന് മറക്കണ്ട. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് കൊടുത്ത് പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടേണ്ടത്? ഓരോ സഹോദരിമാര് വന്ന് യൂട്യൂബ് ചാനലിലൂടെ എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. അതിങ്ങനെ മറ്റുള്ളവർ കണ്ടിട്ട്, ഓരോ പെൺകുട്ടികൾ കണ്ടിട്ട് അതങ്ങനെ ഇട്ടു പഠിക്കുകയാണ്. എത്ര കാലം കഴിഞ്ഞാലും ഈ വീഡിയോ അങ്ങനെ തന്നെ കിടക്കുകയാ. നീ മരണപ്പെട്ട് കബറിന്റെ അകത്ത് നിന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ ആ കബറിന്റെ അകത്ത് കിടക്കുന്ന സമയം പോലും ഇതിന് പകരമായിട്ട് ഇതിന്റെ പരിണിത ഫലം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. ഇതിന് പകരമായിട്ട് ഇതിന്റെ ശക്തമായ കുറ്റവും ശിക്ഷയും നിനക്ക് അല്ലാഹു തന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ജീവിതത്തിൽ തന്നെ പെട്ടെന്ന് തൗബ ചെയ്തു. അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. പടച്ചവനെ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട് ചെയ്തു പോയ പാപക്കറകളെ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. പാപരഹിതമായ ജീവിതം കാഴ്ചവെക്കാനുള്ള സുവർണാവസരം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ചെയ്തുപോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ പടച്ചവനെ എന്ന് അല്ലാഹുവിലേക്ക് നെഞ്ചു പൊട്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക.